Hello, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Yes. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആയോ? Yes, ma'am. നോട്ടൊക്കെ എടുത്ത് റെഡിയായി. യെസ്. ഈസ്റ്ററൊക്കെ ആഘോഷിച്ചോ? കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലെ, ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. വിഷുവും ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തിയല്ലോ അല്ലെ. നമുക്ക് വീണ്ടും പഠന മൂഡിലേക്ക് വരണം. നമ്മളുടെ 3rd and 4th മൊഡ്യൂളുകൾ കുറച്ച് ലെങ്തി ആണ്. സോറി, നമ്മുടെ ഈ 7th മൊഡ്യൂളൊക്കെ 6th ഉം 7th മൊഡ്യൂളൊക്കെ എന്താ പറയാ, നമ്മള് 3rd and 4th മൊഡ്യൂൾ പഠിച്ചതുപോലെ, ഡിപ്ലോമയിലും 3rd and 4th മൊഡ്യൂൾ പഠിച്ചതുപോലെയുള്ള ടോപ്പിക്കുകളാണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ നമ്മള് ആദ്യത്തെ 2 മൊഡ്യൂൾ പഠിച്ചതുപോലെയല്ല, 3rd and 4th മൊഡ്യൂൾ പോലെ ഏകദേശം ആ ഒരു രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും പഠിച്ച് നമ്മളുടെ PG കൂടിയും കയ്യിൽ വാങ്ങിക്കണ്ടേ? റെഡിയല്ലേ എല്ലാവരും? ഉഷാറല്ലേ? അധികം ചാപ്റ്റേഴ്സ് ഒന്നുമില്ല അല്ലെ, ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ കുറച്ചുള്ളെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങളാണ് നമ്മുടെ ഈ PGയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി ഭാഗമൊക്കെ പഠിക്കാം. ഓക്കെ, ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് നമ്മൾ എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ അല്ലെ. ക്ലിനിക്കൽ ഓഡിറ്റ് വായിച്ചു നോക്കിയോ? എവിടെ വരെയൊക്കെ എത്തിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. എവിടെ വരെയൊക്കെയാണ് നമ്മൾ എടുത്ത്, കുറച്ചുകൂടി ഭാഗമുള്ളൂ. ആ ഒരു ക്ലിനിക്കൽ ഓഡിറ്റിൽ നമ്മൾ എന്താ പറയാ, കുറെ സ്റ്റേജസ് നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ട് പോലെയൊക്കെ കണ്ടു. നമ്മളുടെ സ്റ്റേജസ് എന്തൊക്കെയാണ് ഈ ഓഡിറ്റിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേജസ്. ആ സ്റ്റേജസ് ഓരോന്ന് പ്രത്യേകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഐഡന്റിഫൈ ദ ടോപ്പിക് ടു ബി ഓഡിറ്റഡ്, അല്ലെങ്കിൽ ദ പ്രോബ്ലം ടു ബി ഓഡിറ്റഡ്. എന്ത് കാര്യത്തെ കുറിച്ചാണ്, എന്ത് ഒരു വിഷയമാണ്, അല്ലെങ്കിൽ എന്തൊരു പ്രശ്നത്തിനാണ് നമ്മൾ ഈ ഓഡിറ്റിംഗ് തയ്യാറാക്കേണ്ടത്, അത് ഏതാണെന്ന്, ആ ടോപ്പിക് എന്താണ്, അല്ലെങ്കിൽ ആ പ്രോബ്ലം ഏതാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഇനി അതിനുശേഷം രണ്ടാമത് നമ്മൾ വി ഹാവ് ടു എഗ്രി സം സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ ബെസ്റ്റ് യൂസ്, അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിലവിലുള്ള പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ്. തേർഡ് വൺ, യു ഹാവ് ടു ഡിഫൈൻ ദ മെത്തഡോളജി ഇൻ വിച്ച് ഓഡിറ്റിന്റെ എന്താ പറയാ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ഓഡിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വിച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഷുഡ് ബി ഡൺ, ആ ഓഡിറ്റിന്റെ പ്രോസസ് ഏതായിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഡിഫൈൻ മെത്തഡോളജി അല്ലെ. ഏത് പ്രോസസ്സിലൂടെ നമുക്ക് ഈ ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഡിപ്പെൻഡിങ് ഓൺ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ്. ഓഡിറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്താ പറയാ പ്രാധാന്യം വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിട്ടാണ് ആ കാര്യം തീരുമാനിക്കുക. നെക്സ്റ്റ് വൺ പൈലറ്റ് സർവേ, അല്ലെങ്കിൽ പൈലറ്റ് ഡാറ്റ കളക്ഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഡാറ്റ അങ്ങനെ നമ്മൾ പൈലറ്റ് സർവേയിലൂടെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേഷ്യൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ പേഷ്യന്റിന്റെ കേസസ്, പേഷ്യന്റിന്റെ റെക്കോർഡ്സ്, അതൊക്കെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ എന്താ പറയാ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം. ചില ഫ്യൂ കേസസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളുടെ ഓഡിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇതുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അത് മാച്ച് ചെയ്യുന്നില്ല, ശരിയായ രീതിയിൽ പ്രോപ്പർലി അത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ വി ഹാവ് ടു റീഡിസൈൻ അവർ ഓഡിറ്റ്. നമ്മുടെ ഓഡിറ്റിനെ നമ്മളൊന്ന് റീഡിസൈൻ ചെയ്യണം. എന്നിട്ട് വീണ്ടും സർവേ നടത്തണം. ഓക്കെ, പൈലറ്റ് സർവേ വി ഹാവ് ടു ബി ഡൺ അഗെയിൻ നമ്മൾ പൈലറ്റ് സർവേ നടത്തണം. അങ്ങനെ നമുക്ക് ആ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് എളുപ്പമാക്കും.
അപ്പൊ ചില കാര്യങ്ങൾ ആ ഡാറ്റ കളക്ഷനുമായിട്ട് പൈലറ്റ് സർവേ നടത്തുമ്പോൾ പൈലറ്റ് സർവേ നടത്തി ഡാറ്റ കളക്ഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ആണ് ആ പറഞ്ഞിരിക്കുന്നത് 4 ഓക്കെ. ഇനി അപ്പൊ 4 അതുവരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, അവിടെ വരെ അല്ലേ പറഞ്ഞത്. അടുത്ത പോയിന്റ് ആണെങ്കിൽ നമുക്ക് പറയണ്ടേ സ്റ്റേജസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേജസിനകത്ത് വരുന്ന 4th സ്റ്റേജ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതായിരുന്നു? പൈലറ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ. പൈലറ്റ് സർവേ നടത്തുക മീൻസ് ഇറ്റ്സ് എ സർവേ, ഒരുതരം സർവേ ആണ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ട പേഷ്യൻസിന്റെ റെക്കോർഡ്സോ പേഷ്യന്റിന്റെ കേസസോ ഒക്കെ എടുത്തു വെച്ചിട്ട് പഠിക്കുന്നു. അങ്ങനെ കുറച്ച് പേഷ്യൻസിന്റെ ഒക്കെ എടുത്തു വെച്ച് നോക്കുന്നു. നമ്മൾ അതിനനുസൃതമായിട്ട് എന്താ പറയാ നമ്മളും ഒരു ഓഡിറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ ഈ സർവേക്ക് നമ്മളുടെ ഓഡിറ്റുമായിട്ട് എന്തെങ്കിലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്കത് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് വെച്ച് മുന്നോട്ടേക്ക് നീങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിറ്റിങ് നമ്മൾ റീഡിസൈൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമുക്കത് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഈസി ആക്കും എന്നാണ്. ഇനി അടുത്തത് അവരെങ്ങനെയാണ് നമ്മൾ ഈ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതെന്ന്. എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാം? സിമ്പിൾ. ഡാറ്റ ക്യാൻ ബി കളക്ടഡ് ഫ്രം പേഷ്യൻസ് നോട്ട്സ്. പേഷ്യൻസിന്റെ നോട്ടുകൾ, പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നോട്ടായിട്ടൊക്കെ കുറിച്ചൊക്കെ വെച്ചിട്ടുള്ള കുറിപ്പുകള്. ഇന്റർവ്യൂ പേഷ്യൻസ്. ഇനി കുറിപ്പൊന്നും വെച്ചിട്ടില്ല, എന്ത് ചെയ്യാം? നമുക്ക് ആ പേഷ്യൻസിന്റെ നേരിട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ സ്റ്റാഫിന്റെയും. അപ്പൊ നേരിട്ട് പോയിട്ട് ഒരു എന്താ പറയാ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്. അത് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ സ്റ്റാഫുകൾ ഓൾറെഡി അവര് പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സ്റ്റാഫിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അത്തരം ഡാറ്റാസ് പേഷ്യൻസിനെ സംബന്ധിക്കുന്നത് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയും ആകാം. അല്ലെങ്കിൽ യൂസിങ് ക്വസ്റ്റ്യനയർസ്. കുറെ കാര്യങ്ങൾ നമുക്ക് പേഷ്യൻസിൽ നിന്നും അറിയാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യനയർ തയ്യാറാക്കുക. എന്താ ക്വസ്റ്റ്യനയർ? ഒരു ഫോം ആണ്. വിച്ച് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. കുറെ ക്വസ്റ്റ്യൻസ് പേഷ്യൻസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അവർ വന്നപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവർക്ക് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് പോലെയൊക്കെ അറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നെസസറി കറക്ഷൻ മെത്തേഡ്സ് ഒക്കെ എടുക്കേണ്ടി വരും അല്ലെ. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ നികത്തി നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരും അല്ലെ. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യനയർ തയ്യാറാക്കി അവിടെ ഡിസ്പ്ലേ ചെയ്താൽ വരുന്നവർ അതിനകത്ത് അത് ഫില്ല് ചെയ്ത് അത് എന്ത് ചെയ്യും? നമുക്ക് തരും അല്ലെ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനയർ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട രീതികൾ ഇങ്ങനെയൊക്കെയാണ്. പേഷ്യൻസ് നോട്ട്സ്, അതുപോലെ തന്നെ ഇന്റർവ്യൂയിങ് പേഷ്യൻസ്, ഇന്റർവ്യൂയിങ് സ്റ്റാഫുകളിൽ നിന്നും, പേഷ്യൻസിൽ നിന്ന് മാത്രമല്ല സ്റ്റാഫുകളിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ബൈ യൂസിങ് ക്വസ്റ്റ്യനയർസ്. ഓക്കെ. അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഈ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമുക്ക് എന്താ പറയാ ഒരു സാമ്പിൾ സൈസ് അതിന് വേണ്ടിയിട്ട് എടുക്കും. ഇപ്പൊ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഇഫ് ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഈസ് ബിഗ് ഓർ വൈഡ് എന്ന് പറയാം. അതിനകത്ത് നമുക്ക് ഒരുപാട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് ഓഡിറ്റിംഗ് നടത്താനായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ച് വൈഡ് ആണെന്ന് വിചാരിക്കാം. ഒത്തിരി ഉണ്ട്. നമ്പർ ഓഫ് അതിന് മുമ്പ് ഒരു പ്രാവശ്യം നമ്മളത് പറഞ്ഞു, ആളുകളുടെ എണ്ണം ആ ഒരു പോപ്പുലേഷൻ കൂടുതലാണെന്ന് വിചാരിക്കാം. കൂടുതലാണെങ്കിൽ ഓരോ പേഷ്യൻസിനെ പോയി ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ആ ഒരു ഗ്രൂപ്പിന്റെ വലിപ്പം സൈസ് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓഡിറ്റിംഗ് നടത്തുന്നത് അല്ലെ. അപ്പൊ സൈസ് ഭയങ്കര വലുതാണ്. ഒരു 10,000 പേഷ്യൻസിൽ നിന്ന് സർവേ നടത്തി പൈലറ്റ് സർവേ നടത്തി വി ഹാവ് ടു കളക്ട് സം ഡാറ്റ എന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോ ഈ പറയുന്ന 1000 10,000 പേരെയൊക്കെ ഡയറക്ട്ലി പോയി ഇന്റർവ്യൂ ചെയ്ത് എളുപ്പം നമുക്ക് ചിലപ്പോ സമയങ്ങൾ ഒത്തിരി എടുക്കും അല്ലെ. സമയം ഒത്തിരി എടുക്കും. ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയിരിക്കും. അപ്പോ അത്തരം സിറ്റുവേഷൻസിൽ വി ക്യാൻ മേക്ക് സം സാമ്പിൾ സൈസ് ഡാറ്റ കളക്ഷൻ. സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് എന്താ പറയാ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടോ. അപ്പൊ സാമ്പിളിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിൾ സെലക്ട് ചെയ്ത് ഓഡിറ്റിംഗ് ആയിട്ട് നടത്താൻ പറ്റും. അപ്പോ വലിയ ബിഗ് ആയിട്ടുള്ള ഒരു ഇതുമായിട്ട് നമുക്ക് ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. സോ വി ഹാവ് ടു ടേക്ക് സം സാമ്പിൾസ് വിച്ച് റെപ്രസെന്റ്സ് ദ എൻറ്റയർ കേസസ് ഓർ റെക്കോർഡ്സ്. ആ ഒരു മുഴുവൻ ഗ്രൂപ്പിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാമ്പിൾസ് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഓഡിറ്റിംഗ് നടത്താം. ഓക്കെ. ആൻഡ് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെ സാമ്പിൾ സൈസ് ഒക്കെ എടുത്തോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ വെൻ വി കളക്ട് ദ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഓൾസോ എന്താ പറയാ പോയിന്റ് ഔട്ട്. നമുക്ക് ചില കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കേണ്ടതാണ്. അവർ പറയുന്നത് എത്തിക്കൽ ഇഷ്യൂസ് ഷുഡ് ബി ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്. എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിക്കൽ ഇഷ്യൂസ് ചില കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയാ ചില കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും.
എന്ന് വെച്ചാൽ ചില ആളുകളെ നമ്മളോട് വിശ്വാസപൂർവ്വം ചിലപ്പോ ഷെയർ ചെയ്തിരിക്കുന്ന ചില മാറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ ഇങ്ങനെ തോന്നിയോടത്തൊക്കെ ഇങ്ങനെ പോയിട്ട് വിളിച്ചു പറയുക, അതൊന്നും പറ്റില്ല. അപ്പൊ എന്ത് ഡാറ്റാസ് നമ്മൾ വാങ്ങിക്കുമ്പോഴും അത് ലഭിച്ചതിന് ശേഷം അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തുന്നത് പോലെ അത്രയും എന്താ പറയാ സീക്രട്ട് ആയിട്ടൊക്കെ സൂക്ഷിക്കേണ്ട ചില ഇൻഫോർമേഷൻസ് ആണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. എത്തിക്കൽ ഇഷ്യൂസിന് ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, അവര് വളരെ എന്താ പറയാ സൂക്ഷ്മമായിട്ട് അവരുടെ കാര്യങ്ങൾ ഡാറ്റാസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതെ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങള്, പിന്നെ അത് അവരുടെ സമ്മതമില്ലാതെ നമ്മൾ പബ്ലിക് ആക്കി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മാത്രമല്ല അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പാടില്ല. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്താണ്, ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് തടസ്സം വരാത്ത രീതിയിലും അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടും അവരെ ഹാം ചെയ്യാതെയും അവോയ്ഡിങ് എനി ഹാം ഇതൊക്കെ ഇല്ലാതെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാസ് കളക്ട് ചെയ്യണം. അതിനെയാണ് എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് വേണം ഡാറ്റ കളക്ട് ചെയ്യാൻ. നമ്മുടെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് വി ആർ കളക്ടിങ് ദ ഡാറ്റ. സോ വി മസ്റ്റ് ഹാവ് സം ഒബ്ജക്റ്റീവ് ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്റെ ഒരു ലക്ഷ്യം നമുക്കുണ്ട്, അതനുസരിച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. പേഷ്യൻസും സ്റ്റാഫിന്റെയും ഒക്കെ കോൺഫിഡൻഷ്യാലിറ്റിക്ക് അതിന് റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സൈസ് ഓഫ് ദ ഡാറ്റ വലുതാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, സാമ്പിൾസ് ടു ബി സെലക്ടഡ് ഫോർ റെപ്രസെന്റിങ് ദ പേഷ്യൻസ് കേസസ് ഓർ റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ കേസസോ അവരുടെ റെക്കോർഡുകളോ ഒക്കെ സാമ്പിൾസ് ആയിട്ട് എടുത്ത് റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ ഗ്രൂപ്പിന്റെ ഓഡിറ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കെയർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് എത്തിക്കൽ ഇഷ്യൂസിനാണ്. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ ലക്ഷ്യം വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്. പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്സ് കോൺഫിഡൻഷ്യാലിറ്റി ഓൾസോ മെയിൻറ്റെയിൻഡ് ഇൻ ദെയർ റെസ്പെക്ട്. അവർക്ക് അവരുടേതായ റെസ്പെക്ട് കൊടുത്ത് അവരുടേതായ വസ്തുതകൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ, അതാണ് സാമ്പിൾ സൈസ് എന്ന് പറയാം. ഓക്കെ, സാമ്പിൾ സൈസ് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ കളക്ടിങ് ഡാറ്റ, ഈ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തു, അടുത്ത എന്താ ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഇപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുന്നതായിരുന്നു ഫോർത്ത് സ്റ്റെപ്പിലും പൈലറ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ ആയിരുന്നു. സർവേ നടത്തി ഡാറ്റ കളക്ട് ചെയ്തു. യെസ്, and after completing the data collection, next step is to analyze and report, and also it should be compared with the standards and criteria. നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡും ക്രൈറ്റീരിയയുമായിട്ട് കമ്പയർ ചെയ്യണം. എന്തിന്, ഈ കളക്ട് ചെയ്ത ഡാറ്റയാണ് അത് അനലൈസ് ചെയ്ത് അതിന്റെ റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റേജ്. അഞ്ചാമത്തെ സ്റ്റേജ് മനസ്സിലായോ, അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. കളക്ടഡ് ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിനു ശേഷം ദ റിസൾട്ട് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഓക്കെ, സിക്സ്ത് സ്റ്റേജ് ആണ്. ആറാമത്തെ സ്റ്റേജിൽ എന്താ പറയുന്നത്, മേക്ക് റെക്കമെൻഡേഷൻസ്. എന്തായിരിക്കും ഈ മേക്ക് റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിങ്ങനെ ഡാറ്റ കളക്ട് ചെയ്തു, ഡാറ്റ കളക്ട് ചെയ്തതിനെ നമ്മൾ അനലൈസ് ചെയ്തു, ആൻഡ് അതിനുശേഷം നമ്മൾ ആ റിസൾട്ടിനെ നമ്മൾ സ്റ്റാൻഡേർഡ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്തു അല്ലെ. ഇനി ആ കമ്പയർ ചെയ്തത് എന്തിനാണ്, അത് കമ്പയർ ചെയ്ത് ഞങ്ങൾ നോക്കി സ്റ്റാൻഡേർഡ് ഇത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, 80% നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്, ആൻഡ് വി ഹാവ് റീച്ച്ഡ് ഓൺലി അപ് ടു ദ 60% എന്ന് വിചാരിക്കാം. നമ്മളുടെ ഡാറ്റ ഒക്കെ നമ്മൾ കളക്ട് ചെയ്തു, ഓഡിറ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോ കമ്പയർ ചെയ്ത് നോക്കിയപ്പോ എന്താണ്, സ്റ്റാൻഡേർഡ് 80% ഫിക്സ് ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് 60% ആണ്. എന്ത് ചെയ്യണം, കൈ കെട്ടി നോക്കിയിരിക്കുകയാണോ? അല്ല, ഇനി അടുത്തതാണ് നമ്മുടെ ആക്ഷൻ ചെയ്യേണ്ട സമയം അല്ലെ. അതായത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം പൊട്ടൻഷ്യൽ ഇംപ്രൂവ്മെന്റ് വിച്ച് ആർ ടു ബി ഐഡന്റിഫൈഡ്. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളിൽ എവിടേക്കാണ് 60% എത്തിയുള്ളൂ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് അനാലിസിസ് ഒക്കെ നടത്തി സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ there is some difference with the സ്റ്റാൻഡേർഡ്. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡുമായിട്ട് വലിയ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഉദ്ദേശിച്ച 80%ലേക്ക് നമ്മുടെ റിസൾട്ട് എത്തിയിട്ടില്ല.
നമ്മൾ 60%-ത്തിലേക്കാണ്. സോ വി ഹാവ് ടു മേക്ക് സം ഇംപ്രൂവ്മെന്റ്സ് അല്ലെ, അല്ലെങ്കിൽ വി ഹാവ് ടു മേക്ക് സം റെക്കമെൻഡേഷൻസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ്. ഇതിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം, ഈ 60-നെ നമുക്ക് എങ്ങനെ 80%-ത്തിലേക്ക് എത്തിക്കാം, നമ്മളുടെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ 80%-ലേക്ക് എത്തിക്കണം. സോ വാട്ട് ഓൾ ഇംപ്രൂവ്മെന്റ്സ് ഷുഡ് ബി മെയ്ഡ് ഓർ ഇംപ്ലിമെന്റഡ്, അതിനുവേണ്ടി നടപ്പിലാക്കാവുന്ന ഇംപ്രൂവ്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുക, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യാൻ ആക്ഷൻ ചെയ്യും. ഓക്കെ, അതാണ് ഏത് സ്റ്റെപ്പ്, 6ാമത്തെ സ്റ്റേജ്, മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ്. അതാണ് എന്തിനെ കുറിച്ച്, എന്തിനു വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ ആണ്, ഇംപ്രൂവ്മെന്റിന് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അല്ലെ. ഇപ്പൊ സ്കൂളുകളൊക്കെ എന്താ പറയാ 10th ഒക്കെ റിസൾട്ട് വരുമ്പോഴില്ലേ അവര് നമുക്കറിയാം പേപ്പറിലൊക്കെ നമുക്ക് കാണാം, അല്ലെങ്കിൽ ടിവിയില് ന്യൂസിലൊക്കെ നമുക്ക് കേൾക്കാം, ഇന്ന സ്കൂളുകൾ 100% എന്താ പറയാ സക്സസ് കൈവരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ചില സ്കൂളുകളിലൊക്കെ അത്രയും എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോ ഒരു കുട്ടി ഫെയിൽ ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എല്ലാ സ്കൂളുകളുടെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, അപ്പൊ അവരിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും, മുൻ വർഷങ്ങളിൽ ഒക്കെ 100% നമ്മൾ വിജയം നേടി, ഈ പ്രാവശ്യം ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി തോറ്റു. സോ ദാറ്റ് വി ക്യാൻ നോട്ട് അറ്റൈൻ ദ 100%. അപ്പൊ നമുക്ക് 100% വിജയം കണ്ടെത്താൻ പറ്റിയില്ല, നമ്മുടെ 100%-ത്തിൽ എത്തിയില്ല. സോ എന്ത് ഫോൾട്ടാണ് വന്നത്, എവിടെയാണ് പോരായ്മ വന്നത്, ആ 2 കുട്ടികൾ എങ്ങനെ ഫെയിലായി അല്ലെ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും. എന്നിട്ട് അടുത്ത എക്സാം വരുമ്പോ, അടുത്ത SSLC എക്സാം വരുമ്പോഴേക്കും ആ പോരായ്മ, ആ ലിമിറ്റേഷൻസിനെ എന്താ പറയാ ഇല്ലാതാക്കി, അല്ലെങ്കിൽ അതൊക്കെ നമ്മള് മേക്ക് ഓവർ ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് ആ ഇനിയും അടുത്ത വർഷങ്ങളിൽ ഒരാൾ പോലും ഫെയിൽ ആകാതെ ഫുൾ പെർസെന്റേജ് നമുക്ക് സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യും അല്ലെ. അതിന് വേണ്ടിയിട്ട് നെസസറി മെഷേഴ്സ് ടീച്ചേഴ്സും ഹെഡും ഒക്കെ എടുക്കും അല്ലെ. അങ്ങനെയല്ലേ, അത് ഞാനൊരു ഉദാഹരണം സ്കൂളിന്റെ പറഞ്ഞത് മാത്രം. അങ്ങനെയാണ് ഏത് കാര്യത്തെ കുറിച്ചും, ഏത് കാര്യത്തിനും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ദർ ഈസ് എനി ലിമിറ്റേഷൻസ്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട് എങ്കിൽ ആ കുറവുകളെ കുറവുകളാക്കി എന്താക്കണം, ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണം. അപ്പോഴാണ് ഓഡിറ്റിങ്ങിന്റെ കാര്യം പൂർത്തിയാകുന്നുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ പരിശോധന നടത്തി, അനാലിസിസ് നടത്തി, കുറെ ഡാറ്റ കളക്ട് ചെയ്തു, അതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി, എന്നിട്ട് പിന്നെ കൈ കെട്ടി നോക്കിയിരുന്ന കാര്യമില്ല അല്ലെ. എവിടെ നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തിയാൽ നമുക്ക് കൂടുതൽ ബെറ്റർ റിസൾട്ട്സിലേക്ക് എത്താം, അതിലാണ് കാര്യം. ഓക്കെ, സോ 6th സ്റ്റേജ് എന്ന് പറയുന്നത് മേക്ക് റെക്കമെൻഡേഷൻസ് ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നടപ്പിലാക്കേണ്ട ചില നിലവിൽ കൊണ്ടുവരേണ്ട ചില മാറ്റങ്ങളെയൊക്കെ എല്ലാവരും കൂടി പരസ്പരം ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നു. ഇനി ആ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, we have to make the change or implement the change or establish the change. അതിനുശേഷം തീരുമാനങ്ങളൊക്കെ എടുത്തു, എല്ലാവരും കൂടി പരസ്പരം ചർച്ച ചെയ്ത് എന്ത് മാറ്റം കൊണ്ടുവരും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അങ്ങനെ ഒരു കുട്ടി, ആ 2 കുട്ടി എന്തുകൊണ്ട് തോറ്റു, ഏത് വിഷയത്തിലാണ് ആ ഒരു മാർക്ക് കുറഞ്ഞു പോയത്, എന്തുകൊണ്ട് അവരങ്ങനെ ഫെയിൽ ആയത്, സേഫുള്ളതുകൊണ്ട് അല്ലെ, അങ്ങനെയൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴൊക്കെ അതെല്ലാം മാറും, സിസ്റ്റംസ് ഒക്കെ മാറും. പണ്ടത്തെ രീതിയിൽ നമ്മൾ ഒരു വർഷം കാത്തിരുന്നത് പിന്നെ അടുത്ത എക്സാം ഒക്കെ എഴുതേണ്ട വരും എന്നുള്ള രീതിയിലേക്ക് +1-ലൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ. +2-ന്റെ റിസൾട്ട് കഴിഞ്ഞാലൊക്കെ, ഞാൻ +1-ന്റെ റിസൾട്ട് വന്നിട്ട് +2-ന്റെ ഒക്കെ പരീക്ഷയുടെ ഒപ്പം തന്നെയാണ് ഇപ്പൊ കുട്ടികളൊക്കെ എന്ത് ചെയ്തത്, എക്സാം എഴുതുന്നത്. മറ്റേത് അങ്ങനെയായിരുന്നില്ല. കുറച്ച് നാൾ മുമ്പ്, കഴിഞ്ഞ 3 വർഷം വരെ എന്ത് ചെയ്തു, +1-ലെ ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ നമുക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ, അതിന്റെ 1-2 മാസത്തിനുള്ളിൽ അതിന്റെ എക്സാം എഴുതി ഇംപ്രൂവ് ചെയ്ത് എക്സാം റിസൾട്ട് നമുക്ക് എന്താകാം, പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും അല്ലെ. പിന്നെ ലാസ്റ്റ് സെക്കൻഡ് ഇയറിന്റെ പരീക്ഷ ആ സമയത്ത് എഴുതിയാൽ മതി. ഇപ്പൊ അങ്ങനെയല്ല, അതിന്റെ കൂടെ പണ്ട് നമ്മൾ ചെയ്തിരുന്ന രീതിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതാണ്, അപ്പൊ നമ്മൾ ചേഞ്ചസ് വരുത്തണം. പല കുട്ടികളിൽ എന്തുകൊണ്ട് തോറ്റു, അപ്പൊ അങ്ങനെ ഇനിയും അങ്ങനത്തെ ആ ഒരു എന്താ പറയാ കാറ്റഗറിയുള്ള കുട്ടികൾ, ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലും നമുക്ക് 100% അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ഏത് വിഷയങ്ങളിലാണ് അല്ലെങ്കിൽ എന്ത് നമ്മളുടെ പോരായ്മ കൊണ്ട്, ടീച്ചേഴ്സിന്റെ പോരായ്മ കൊണ്ട് എന്താണ് അവർക്ക് പറഞ്ഞ ഒരു തോൽവി, എന്തുകൊണ്ട്, അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇനി ഒരിക്കലും ഒരു കുട്ടി പോലും തോൽക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനും അതിന് വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്സ്, ആക്ഷൻസ് എടുക്കുന്ന സ്റ്റേജ് ആണ് 7ാമത്തെ സ്റ്റേജ്. ദാറ്റ് ഈസ് ഇംപ്ലിമെന്റ് ചേഞ്ച്. ആൻഡ് ആക്ഷൻ ഷുഡ് ബി മെയ്ഡ് ഫോർ ഇംപ്ലിമെന്റിങ് ചേഞ്ചസ്. ചേഞ്ചസ് കൊണ്ടുവരാനുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് 7ാമത്തെ സ്റ്റേജ്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ്, ആൻഡ് അതെന്താണത്, 7ാമത്തെ സ്റ്റേജ് ആണ്, 8ാമത്തെ സ്റ്റേജ് ആണ് റീ ഓഡിറ്റ്.
റീ ഓഡിറ്റ് ആണ്. അപ്പൊ നമ്മൾ അതും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ കളക്ട് ചെയ്തു, ഓഡിറ്റ് ഡിസൈൻ ചെയ്തു, ആ ഡാറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഓഡിറ്റിംഗ് പ്രോസസ് ഒക്കെ നോക്കി, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ മാറ്റി നമ്മൾ വീണ്ടും ഓഡിറ്റിംഗ് നടത്തി, എന്നിട്ട് നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. സ്റ്റാൻഡേർഡുമായിട്ട് ഒത്തു നോക്കിയപ്പോ കമ്പയർ ചെയ്തപ്പോ അവിടെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഇംപ്ലിമെന്റിങ് ചേഞ്ചസ് ഒക്കെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അപ്പൊ നമ്മൾ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഇനി നമുക്ക് കൈ കെട്ടി നോക്കിയിരിക്കാം വീണ്ടും എന്ന് വിചാരിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്. ദിസ് പ്രോസസ്, ദ ഓഡിറ്റിംഗ് പ്രോസസ് ഷുഡ് ബി റിപ്പീറ്റഡ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ വർക്കിംഗ് ആണോ, പ്രാവർത്തികമാക്കിയിട്ട് അത് വർക്കിംഗ് ആണോ, അത് നല്ലതാണോ, പ്രോഗ്രസ് കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അതിനെ നോക്കിക്കാണണം അല്ലെ, നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒറിജിനൽ ഓഡിറ്റും അതിനുശേഷം നമ്മൾ കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുക, അതിന് വേണ്ട ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട സ്ട്രാറ്റജീസിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ സെയിം രീതിയിലാണെങ്കിൽ അങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും റീ ഓഡിറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ്. അതായത് റീ ഓഡിറ്റ് നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഇംപ്രൂവ്മെന്റുകളും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് റീ ഓഡിറ്റിംഗ് നടത്തുന്നത്. ഓക്കെ, റീ ഓഡിറ്റും ഈസ് ഓൾസോ അത് 8ാമത്തെ സ്റ്റേജ് ആണെങ്കിലും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ പോയിന്റിലെ ഇംപ്ലിമെന്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ആ പോയിന്റ്, ആ സ്റ്റേജ് 7ാമത്തെ സ്റ്റേജ്, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം, അണ്ടർലൈൻ ചെയ്യാട്ടാ. അടുത്തത് സ്റ്റേജ് 8-ല് ഫസ്റ്റ് സെന്റൻസ് ഏതാ? ആഫ്റ്റർ ആൻ അഗ്രീഡ് പീരീഡ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ചേഞ്ചസ് ദ ഓഡിറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Okay, അടുത്ത സെന്റൻസ്, the re-audit should reveal that the changes have been implemented and improvement has been made. Re-audit നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇംപ്രൂവ്മെന്റിലേക്ക് നയിക്കുന്നുണ്ട് എന്ന് re-auditലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടാ. അത് re-audit റിവീൽ ചെയ്യുന്നത് അതാണ്, ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്തെന്നും ആ ഇംപ്ലിമെന്റ് ചെയ്ത ചേഞ്ചസ് ഇംപ്രൂവ്മെന്റിലേക്ക് വരുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് re-audit. നമ്മളിപ്പോ കൊണ്ടുവന്ന പുതിയ നടപടികൾ സ്വീകരിച്ചപ്പോ എന്താണ്, നമുക്ക് പുരോഗമനം ഉണ്ട് അല്ലെ, പ്രോഗ്രസ് ഉണ്ട്, ഓക്കെ, നമ്മൾ നല്ല റിസൾട്ടിലേക്ക് എത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? വീണ്ടും ഓഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അത് വരുള്ളൂ. ഓക്കെ, യെസ്, ആ 2 സെന്റൻസും ആണ് 8ാമത്തെ സ്റ്റേജിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ളത്. ചെയ്തോ? നെക്സ്റ്റ് വൺ. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ പറയട്ടെ, ഈ എന്താ പറയാ, ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് അതാണ്, ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്ന രീതി, അതിനുവേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് അത്ര ഈസി ആയിട്ടൊക്കെ തോന്നും അല്ലെ. അത്ര എളുപ്പമല്ലേ, കാരണം കുറെ ഡാറ്റ കളക്ട് ചെയ്യുന്ന അതിന് വേണ്ടി പേഷ്യൻസിന്റെ റെക്കോർഡുകളോ അതിന്റെ നോട്ട്സോ ഒക്കെ എടുത്ത് നമുക്ക് അവരെ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇന്റർവ്യൂ നടത്തി ഡാറ്റ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി ഡാറ്റ കളക്ട് ചെയ്യാം. ഇത് എളുപ്പമാണ്. എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് എത്തുന്നുണ്ടോ എന്ന് റിസൾട്ട് ഒക്കെ നോക്കാൻ പറ്റും, കമ്പയർ ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ് അല്ല ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് ഹാവ് സം ചലഞ്ചസ്, ഇറ്റ് ഫേസസ് സം ചലഞ്ചസ്. അതിന് നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. ഏത്? നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഓരോ ഓർഗനൈസേഷനും, നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടാണ്. ഹോസ്പിറ്റൽസ് അവരുടെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതിന് അവര് ഫേസ് ചെയ്യുന്ന കുറെ വെല്ലുവിളികളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ്, അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ, മെയിൻ ബാരിയേഴ്സ് ടു ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് അത് ഫേസ് ചെയ്യുന്ന കുറെ തടസ്സങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണത്? അപ്പൊ ഒരു വായിച്ചാൽ മതി. ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ഈ ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി ആരെങ്കിലും ഒക്കെ ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കണം അല്ലെ. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോയാൽ മതി. നമ്മളിപ്പോഴും പ്രോഗ്രസ്, ഉയർച്ച ആഗ്രഹിക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ മോട്ടിവേഷൻ ഒക്കെ അവര് ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അവിടുത്തെ സ്റ്റാഫുകൾക്കും എംപ്ലോയീസിനും. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തളർന്ന മട്ടില് അങ്ങനെ പോകുന്നു. അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ തടസ്സം, ഓഡിറ്റിംഗ് ചെയ്യപ്പെടാത്തതിന്റെ കാരണം. ഓക്കെ, ചില ഓർഗനൈസേഷൻ, ചില ഹോസ്പിറ്റൽസ് ഒക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരിക്കും. ദർ ഇസ് നോ ചേഞ്ച് ഇൻ എനി ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡിപ്പാർട്ട്മെന്റും പുരോഗമനമൊന്നുമില്ല. അന്നും ഇങ്ങനെ തന്നെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷെ ചിലയിടത്തൊക്കെ പണ്ട് ഇങ്ങനെയായിരുന്നില്ലല്ലോ, കാരണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ആയിരുന്നില്ല,
ഒത്തിരി ചേഞ്ചസ് ഹാസ് ബീൻ ടേക്കൻ പ്ലേസ് എന്നൊക്കെ നമുക്ക് വിചാരിക്കും അല്ലെ. അതെന്താ, അതിലേക്ക് ഈ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ അക്കോർഡിംഗ് ടു ദ ടെക്നോളജി അല്ലെ, ടെക്നോളജി വളരുന്നതനുസരിച്ച് നമുക്കും ഡെവലപ്മെന്റ് വേണമെന്ന് ആഗ്രഹമുള്ളവരാണ് അത്തരം ഓർഗനൈസേഷൻസ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഒന്നാമത്തെ പോയിന്റ് ആണ്, ഒന്നാമത്തെ തടസ്സം. ഓരോ ഓർഗനൈസേഷൻസും ഓഡിറ്റിംഗ് ക്ലിനിക്കൽ ഓഡിറ്റിൽ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ ചാലഞ്ച് ആണ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. പിന്നെന്താ, ലാക്ക് ഓഫ് ട്രെയിനിങ്. ശരിയായ രീതിയിലുള്ള പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഓഡിറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആവശ്യമുള്ള പരിശീലനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം അല്ലെ. ആ ഓഡിറ്റിംഗിന്റെ ടീം, ആ ഗ്രൂപ്പ്, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കണം ഇടയ്ക്ക്. അപ്പോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഡാറ്റ കളക്ട് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഓഡിറ്റിംഗ് നടത്തേണ്ട കാര്യമായിക്കോട്ടെ, ഇതിനൊക്കെ ആവശ്യമുള്ള ട്രെയിനിങ്ങും ഷുഡ് ബി പ്രോപ്പർലി ഗിവൺ. അത് കൊടുക്കാത്തത് കൊണ്ടും ക്ലിനിക്കൽ ഓഡിറ്റ് ശരിയായ രീതിയിൽ നടക്കാതെ പോകുന്നുണ്ട്. ഓക്കെ, അതൊരു മറ്റൊരു തടസ്സമാണ്. ലാക്ക് ഓഫ് റിസോഴ്സസ്. ഇനി ചില വിഭവങ്ങളുടെ അഭാവം. എന്താ, റിസോഴ്സസ് ആവശ്യത്തിനില്ല, ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ട റിസോഴ്സസ് ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട്. ആ റിസോഴ്സസ് ഏതാണെന്ന് ഒന്നുകൂടി എടുത്ത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ലാക്ക് ഓഫ് ടൈം, ലാക്ക് ഓഫ് സ്റ്റാഫ്, ലാക്ക് ഓഫ് നോളജ്. എന്ത്, ആവശ്യത്തിന് സമയം ഓഡിറ്റിംഗ് ചെയ്യാനുള്ള സമയമില്ല. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും എപ്പോഴും ബിസിയാണ് അല്ലെ. ആ ബിസി ആയിട്ടുള്ള അവരുടെ സ്കെഡ്യൂൾ, അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ പേഷ്യൻസ് വരുന്നു, ഏത് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഫാർമസി ആണെങ്കിൽ അവിടെ മരുന്ന് കൊടുക്കുന്നതിന്റെ എന്താ പറയാ, മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്നതിന്റെയും അത് കളക്ട് ചെയ്ത് കവറിലാക്കുന്നതിന്റെ ഒക്കെ തിരക്കായിരിക്കും. അപ്പൊ ഈ ഓഡിറ്റിംഗ് ടീമുമായിട്ടൊക്കെ സഹകരിക്കാൻ ചിലപ്പോൾ സമയമൊന്നും ഇല്ലാണ്ട് വരും അല്ലെ. അതൊക്കെ പിന്നെ ആവശ്യത്തിന് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്റ്റാഫ് ഇല്ലാതെ വരിക. ഇനി അറിവില്ലായ്മയുണ്ട് കുറെ കാര്യമൊക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക, അങ്ങനെയുള്ള പ്രത്യേകം നോളജ് ഇല്ലാത്തതുകൊണ്ട്, അത് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് ആവശ്യത്തിന് ട്രെയിനിങ് അങ്ങനെ ഉണ്ടാകുന്ന പോയിന്റ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തില്ല, അതിനെ കുറിച്ച് നോളജ് ഇല്ല. സോ ലാക്ക് ഓഫ് നോളജ്. ഓക്കെ, അപ്പൊ ഈ ചില വിഭവങ്ങൾ, ആവശ്യം വേണ്ട വിഭവങ്ങളാണ് ഇതൊക്കെ. ആവശ്യത്തിന് ടൈം വേണം, ആവശ്യത്തിന് സ്റ്റാഫ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ചോദിച്ചാൽ അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള സ്റ്റാഫ് വേണം. ആൻഡ് ഓൾസോ ആംപിൾ നോളജ്, അതിന് മിതമായ തരത്തിലെങ്കിലും കുറച്ച് അറിവ് വേണം. ഇത് ഒന്നും ഇല്ലായ്മ കൊണ്ടും എന്താകാം, ക്ലിനിക്കൽ ഓഡിറ്റ് ശരിയായ രീതിയിൽ നടക്കാതെ പോകുന്നത്. പിന്നെ എന്താ, ഫോർത്ത് വൺ, ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ഓർ അഡ്വൈസ് ഇൻ പ്രോജക്ട് ഡിസൈൻ ആൻഡ് അനാലിസിസ്. ഇനി ശരിയായ രീതിയിലുള്ള എന്താ പറയാ, വിദഗ്ധരായിട്ടുള്ള വൈദഗ്ധ്യമുള്ളവര്, അതായത് ഈ ഓഡിറ്റ് പ്രോജക്ട് ഡിസൈൻ ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും വിദഗ്ധരായ കുറച്ച് ആൾക്കാർ കൂടി വേണം. ടീമിന്റെ ഒപ്പം വിദഗ്ധരായവരും കുറെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ വേണം. അവരുടെ അഭാവം, അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലാത്തത് കൊണ്ടും എന്തുണ്ടാകാം, ക്ലിനിക്കൽ ഓഡിറ്റ് ശരിയായ രീതിയിൽ നടക്കാതെ പോകുന്നു. പിന്നെ പ്രോബ്ലം ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇനി എന്താ, അവിടെ തന്നെ അതിനുള്ളിൽ തന്നെ ഈ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടീമില്ലേ, അവിടെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ്, പരസ്പരം ചില ആൾക്കാരുടെ ഐഡിയാസ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടമായത് വരില്ല, അവർ തമ്മിലും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. തന്നെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. അതൊക്കെ തന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സും ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ചില ഓഡിറ്റിങ്ങിനകത്ത് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ 10 ഗ്രൂപ്പായിട്ട് വിഭജിക്കപ്പെട്ട് ഓരോ ഗ്രൂപ്പുകാരെ ഓരോരോ തോന്നിയ രീതിയിലൊക്കെ ആണെങ്കിലും ശരിയായില്ലെങ്കിലും ഓഡിറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ലാക്ക് ഓഫ് ഓവറോൾ പ്ലാൻ ഫോർ ഓഡിറ്റ്. ഒരു എന്താ പറയുക, ഓവറോൾ പ്ലാൻ, അതായത് ഓഡിറ്റിന് വേണ്ടിയിട്ട് ഒരു ശരിയായൊരു പ്ലാനിങ് നമുക്കുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണോ, അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡേർഡ് എന്താണ്, ക്രൈറ്റീരിയ എന്താണ്, ഇതിനൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട്. എല്ലാ പ്ലാനിങ്ങും നേരത്തെ കൂടി പ്ലാൻ ചെയ്യണം ഓഡിറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാതെ പോകുന്നതും ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു ബാരിയറാണ്. ഓക്കെ, ഓർഗനൈസേഷണൽ ഇംപെഡിമെന്റ്സ്. എന്താ ഓർഗനൈസേഷണൽ ഇംപെഡിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭത്തിന്റെ തന്നെ, അതായത് ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെ ആണോ നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത്, അവര് തന്നെ സഹകരിക്കാതെ വരിക. അവർക്ക് നേരിടുന്ന ചില ഇംപെഡിമെന്റ്സ് ആണ് തടസ്സങ്ങൾ, ഓർഗനൈസേഷന്റെ ഭാഗത്തുണ്ടാകുന്ന തടസ്സങ്ങളാണ്. മറ്റേത് ഒരു ട്രെയിനിങ് ഇല്ലാത്തത്, മോട്ടിവേഷൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ സ്റ്റാഫും അല്ലെങ്കിൽ അറിവും അതുപോലെ തന്നെ ടൈമും ഇല്ലാത്തത് അഭാവം കൊണ്ടുണ്ടാകാം. അല്ലെങ്കിൽ ശരിയായ ഒരു പ്രോജക്ട് ഡിസൈൻ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ എക്സ്പേർട്ട് ഇല്ലാത്തത് കൊണ്ടുണ്ടാകാം. ഉള്ളിൽ തന്നെയുള്ള ഓഡിറ്റ് ടീമിനകത്ത് തന്നെ എന്താ പറയാ പലതരത്തിലുള്ള പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടാകുന്ന കൊണ്ടും ക്ലിനിക്കൽ ഓഡിറ്റ് ശരിയായ രീതിയിൽ നടത്തുന്നില്ല. പിന്നെയോ ഇതിനെല്ലാം പുറമെ ഓർഗനൈസേഷന് തന്നെ പല തടസ്സങ്ങളുണ്ടാകും. ഓഡിറ്റ് ചെയ്യാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകും അല്ലെ. പല കാര്യങ്ങളും നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവില്ലേ, അതുപോലെ ഓർഗനൈസേഷൻ തന്നെ ഫേസ് ചെയ്യുന്ന ചില തടസ്സങ്ങളുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസ് ഇൻ ചേഞ്ചിങ് പ്രാക്ടീസ്. ഓഡിറ്റിംഗ് ഒക്കെ നടത്തി കാര്യമായിട്ടൊക്കെ നടന്നു, പക്ഷെ അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശരിയായ രീതിയിൽ മാനേജ്മെന്റ് ഇല്ലാത്തതുണ്ട്.
മാനേജ്മെന്റ് ഡിലേ ആണ്. എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കുറെ സമയം എടുക്കുന്നു. പിന്നെ അവിടെ അല്ലെങ്കിൽ ഇതാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ ക്രിട്ടിക്കലായിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം ഉള്ളതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നു. അപ്പൊ ഓഡിറ്റ് ചെയ്ത് നമ്മൾ മാറ്റം വരുത്തേണ്ട മേഖല അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അങ്ങനെ തന്നെ കിടക്കും. അതിലുണ്ടാകുന്ന ഡിലേ അല്ലെ. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഇടുന്നത് കൊണ്ട് അങ്ങനെയും ആകാം. പിന്നെ ഫെയിലിയർ ടു യൂസ് നാഷണലി സെറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ് ഓൺ വെരി സ്മോൾ പ്രോജക്റ്റ്. ലോക്കൽ പ്രോജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് പരമാവധി പല വിഭവങ്ങളും പല സമയം ആയിക്കോട്ടെ സ്റ്റാഫിനെ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ പ്രോജക്റ്റ് ആയിരിക്കും അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോ നമ്മൾ ഇങ്ങനെ എന്താ പറയാ സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്ത് ഓഡിറ്റിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കുറെ നാഷണൽ സ്റ്റാൻഡേർഡുകളുണ്ട്. അത് എന്താ പറയാ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ പരാജയപ്പെടുന്നു. എന്നിട്ട് ആ സമയമൊക്കെ വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു. ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരുമ്പോഴാണ് ഓർഗനൈസേഷന്റെ സക്സസ് അല്ലെ. പുതിയ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരുമ്പോഴാണ് ഓർഗനൈസേഷൻ സക്സസ് ആകുന്നത്. പക്ഷെ അതിന് സമയം കൊടുക്കാതെ സ്റ്റാഫും സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റേതെങ്കിലും കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. വെറുതെ ഉള്ളത് ഇങ്ങനെ റിസോഴ്സസ് ഒക്കെ അങ്ങനെ ആവശ്യമായിട്ട് കളയുക. എന്നാൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് നയിക്കുന്ന ഇംപ്രൂവ്മെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ലാഗ് വരുത്തുക. അത്രയാണ്. അപ്പൊ ഇതെല്ലാം ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് തടസ്സമാകുന്ന ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ക്ലിയർ ആയോ? പോയിന്റ് ഒക്കെ ക്ലിയർ ആയോ? എനി ഡൗട്ട്? ഡൗട്ട് വല്ലതുണ്ടോ? ഇല്ല. ഞാൻ പറയുന്ന ചില സെന്റൻസുകൾ ഒന്ന് ടിക്ക് ചെയ്തേക്ക. ഈ ബാരിയേഴ്സിനകത്ത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ചെറിയ പോയിന്റുകൾ മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് ട്രെയിനിങ്, ലാക്ക് ഓഫ് ഓവറോൾ പ്ലാൻ ഫോർ ഓഡിറ്റ്. 6ാമത്തെ പോയിന്റ് 1, 2, 6 പിന്നെ 7 ഓർഗനൈസേഷണൽ ഇംപെഡിമെന്റ്സ്. 3ാമത്തെ ഉണ്ട് കേട്ടോ ലാക്ക് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ അഭാവം, ലാക്ക് ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ മെയിൻ ബാരിയേഴ്സിൽ ഈ 4 പോയിന്റ് ഒന്ന് മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചു വെക്കുന്നു. അത് ക്വസ്റ്റ്യനിൽ വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ആ മെയിൻ ബാരിയേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് ബാക്കി ശരിയാ പറഞ്ഞോ? പറഞ്ഞു 1, 2, 3, 6, 7. 1, 2, 3, 6, 7 5 പറഞ്ഞേ. 1, 2, 3, 6, 7. കഴിഞ്ഞോ വായിച്ച്? അടുത്തത് അപ്പൊ നമ്മളിങ്ങനെ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെല്ലുവിളികളാണ്. അപ്പൊ ആ വെല്ലുവിളികൾ ഇങ്ങനെ സ്വീകരിച്ച് എന്താ പറയാ വെല്ലുവിളികൾ സ്വീകരിക്കല്ല, വെല്ലുവിളികളുടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് എന്ത് ചെയ്യാ അത് നമുക്ക് വെല്ലുവിളികളൊക്കെ നേരിടാൻ ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് പറ്റില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മളെ പല വെല്ലുവിളികളെയും എന്ത് ചെയ്യണം? ഫേസ് ചെയ്യണം, നേരിടണം അല്ലെ. ആ വെല്ലുവിളികളെ നേരിട്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരുന്നവരാണ് വിജയം. അല്ലാതെ വെല്ലുവിളി വന്നു അതിനകത്ത് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറല്ല, ശരി ഞാൻ ഇവിടെ വെച്ച് കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്മാറുകയാണ് എന്ന് വിചാരിച്ചിട്ട് പിന്മാറിയിട്ട് അവിടെ നിന്നിട്ട് വേറെ ഒരാൾ തോറ്റിട്ട് അല്ലെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തു അതില് ഫെയിൽ ആയി പോയി എന്നിട്ട് വന്നിരിക്കുന്നു. കണ്ട ഞാൻ പറഞ്ഞില്ലേ പോകണ്ടെന്ന്, ഫെയിൽ ആയില്ലേ. അപ്പൊ ആരാ അതിനകത്ത് ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനമെടുത്ത ആള്?
ആ ഫെയിൽ ആയെങ്കിലും ഞാൻ അതിനെ സ്വീകരിച്ചു. ഞാൻ സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് അത് ഫെയിൽ ആയത്, അല്ലെ നേരിട്ടത് കൊണ്ടാണ്. ഞാൻ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി സ്വീകരിച്ച് ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്ക് ഫെയിൽ ആയത്. മറ്റേതാണെങ്കിലോ മറ്റേത് പ്രവർത്തിച്ചില്ല, അല്ലെ അത് കണ്ടപ്പോ പിന്മാറുകയാണ് ചെയ്തത്, അല്ലെ ബാക്കിലേക്ക് സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചു. മറ്റേത് മുന്നോട്ടേക്ക് സ്റ്റെപ്പ് വെച്ച് അതിനെ ഫേസ് ചെയ്തതുകൊണ്ട് തോറ്റു, അല്ലെ ഇയാളത് നേരിട്ടില്ല എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോഴും എന്താണ് നമുക്ക് അതിന് എന്താ പറയാ പ്രൊമോട്ട് ചെയ്യാൻ, ക്ലിനിക്കൽ ഓഡിറ്റ് ഈ ചലഞ്ചസിനെയൊക്കെ അതിജീവിച്ച് അതിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തത് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ പ്രൊമോട്ടിങ് ക്ലിനിക്കൽ ഓഡിറ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടതിന് വേണ്ടി വരുന്ന ചില കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സ്വീകരിച്ച് നോക്കി കഴിഞ്ഞാൽ വി ക്യാൻ ഫേസ് ദീസ് ചലഞ്ചസ്. ഇത്തരം ചലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻസിന് സാധിക്കും. സോ വാട്ട് ആർ ദേ? ഏതൊക്കെയാണ്? സപ്പോർട്ടിംഗ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, സൗണ്ട് റിലേഷൻഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാംസ്. അതായത് ഓർഗനൈസേഷന്റെ ചുറ്റുപാട്, എൻവയോൺമെന്റ്, അതിനെ സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ. ഓർഗനൈസേഷന് പല തടസ്സങ്ങളും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താനായിട്ട് ഉണ്ടാകും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഫുൾ സപ്പോർട്ട് ഓർഗനൈസേഷന് കൊടുക്കുക. മാത്രമല്ല ഒരു സൗണ്ട് റിലേഷൻഷിപ്പ്, ഒരു നല്ലൊരു ലീഡർ, അല്ലെ ഈ ഓഡിറ്റിംഗ് ഒക്കെ നടത്താനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല ഈ ഓഡിറ്റ് പ്രോഗ്രാംസിന് വേണ്ട ഡിറക്ഷൻസ് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ നേതൃത്വം, ഡിറക്ട് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ഇന്ന ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചില നേതൃത്വം കൊടുക്കാനും ചില ഡിറക്ഷൻസ് കൊടുക്കാനും ഒക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് നല്ല രീതിയിൽ നടത്താൻ പറ്റും. അതൊരു ഒന്നാമത്തെ പ്രൊമോഷൻ രീതിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് സൗണ്ട് ലീഡർഷിപ്പ്. നേരത്തെ പറഞ്ഞത് തന്നെ സൗണ്ട് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നേതൃത്വം. ഈ ഓഡിറ്റിങ് നമ്മൾ എന്റെ നേതൃത്വത്തിൽ നമ്മൾ ഭംഗിയായിട്ട് നമ്മുടെ ടീം ശരിയാക്കി എടുക്കും എന്നുള്ള ഒരു കുറച്ച് കോൺഫിഡൻസോടുകൂടി ഒരാൾ മുന്നോട്ട് വന്ന് ചെയ്യാനുണ്ടെങ്കിൽ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മള് നിങ്ങളിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ PROs ഒക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്തപ്പോ കുറെ പേരൊക്കെ കൊണ്ട് പറ്റുമോ, ഞാൻ ഇത്രയും ഗ്യാപ്പൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറെ നാളുകളായി, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നപ്പോ നമുക്കത് കാണാൻ പറ്റി. അപ്പൊ കുറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നവര്. അപ്പൊ അവര് വിചാരിച്ചത് നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലെ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ചോദിച്ച് സ്വയം നമ്മൾ തന്നെ എന്താ പറയാ തല്ലിക്കെടുത്തിയ നമ്മുടെ ആഗ്രഹങ്ങളെ അവിടെ എന്താ പറയാ വേണ്ടാന്ന് വെച്ച് പോകുന്നത് വെറുതെ നമുക്കൊന്നും പറ്റില്ല, ഇത്രയും സമയങ്ങൾ കടന്നുപോയി, വെറുതെ നമ്മൾ പഠിക്കാൻ ഇതൊക്കെ ടച്ച് വരാനായിട്ട് സമയം എടുക്കും എന്നൊക്കെ നമ്മൾ ഉള്ളുകൊണ്ട് വിചാരിച്ച് നമ്മൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വെച്ച് അവിടെ ഉറക്കി കിടത്തിയാൽ എന്ത് പറ്റും? നമ്മൾക്ക് ഒരു പുരോഗമനം ഉണ്ടാവും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ എന്നും ഏത് രീതിയിലാണോ ഇപ്പൊ ആയിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അതേസമയം നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം, വൈ ഷുഡ് അതേഴ്സ്, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് പറ്റില്ലേ എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മളത് നിങ്ങൾ അങ്ങനെ കുറെ പേര് ഇങ്ങനെ ഫോർവേഡ് ആയിട്ട് വന്നു, അല്ലെ എന്ത് തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. അയ്യോ അപ്പൊ ഇവര് സമ്മതിക്കോ, അച്ഛൻ സമ്മതിക്കോ, അമ്മ സമ്മതിക്കോ, ഹസ്ബൻഡ് സമ്മതിക്കോ, പിന്നെ ഈ സമയത്തല്ലേ ഇനി ഇത്രയും വയസ്സായപ്പോഴല്ലേ പഠിക്കാൻ പോണേ, ഇത്രയും കാലം പഠിക്കാതിരുന്നിട്ട് ഇപ്പോഴാണോ പഠിക്കണേ എന്നൊക്കെ പറഞ്ഞു മനുഷ്യന്മാര് തങ്ങിയിരിക്കുന്ന നമ്പറാണ്, അല്ലെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. അപ്പൊ കലണ്ടറൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും പ്രായമേ ആവില്ലായിരുന്നു, അല്ലെ. അപ്പൊ ഒരു കലണ്ടറാണല്ലോ നമുക്ക് പ്രായത്തിന് വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം, അല്ലെ മാനദണ്ഡം. അതെ, അത് തന്നെയാണ്. അപ്പൊ കലണ്ടർ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടിയാണ് മനുഷ്യനിങ്ങനെ ഓരോരോ വയസ്സെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടാവില്ല, വലുതായിക്കൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലെ. അതെന്തായാലും എന്താണത് പ്രായം എന്നുള്ള ആ പേരും ഒക്കെ ഇട്ട് ആളുകൾ അന്ന് കലണ്ടർ കണ്ടുപിടിച്ച് പിന്നെ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മളെ കൂടി സാധിക്കും. അത്തരം തടസ്സങ്ങൾ ഉണ്ടായി എന്നാ വേണ്ട, ഞാൻ അത് ചെയ്യുന്നില്ല, വേണ്ട അച്ഛൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് വിട്ടുപോയവർ ഇപ്പൊ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. അതേസമയം അതിനെല്ലാം അതിജീവിച്ച് അത്തരം തടസ്സങ്ങൾ നമ്മൾ എന്താക്കി തടസ്സങ്ങളൊക്കെ മാറ്റി അതിനെ കൊണ്ടൊക്കെ സമ്മതിപ്പിച്ച് നമ്മളിത് ജോയിൻ ചെയ്തപ്പോൾ ഇപ്പൊ ഒരു കോഴ്സ് നമ്മൾ അതിന്റെ PG ആണെന്ന് കൂടി വിചാരിക്കുക, അല്ലെ ഹയർ സ്റ്റഡീസ് കൂടിയാണ് നമ്മളൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടം വരെ എത്താൻ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ ഓർത്ത് റെസ്പെക്ട്ഫുൾ ആകും നമ്മളോട് തന്നെ. ഓക്കെ, അതാണ്. അപ്പൊ എന്ത് കാര്യവും ഒരു എന്താ പറയാ നമ്മൾ മടി കൂടാതെ ഈസി ആയിട്ട് നമ്മൾ അതിനെയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ഒരു ടീമായിട്ടൊക്കെ പ്രവർത്തിച്ച് ചെയ്യുമ്പോൾ അവിടെ ഇതിന് നേതൃത്വം കൊണ്ട് എന്നെ കൊണ്ട് പറ്റും, അല്ലെ ഞാൻ അതിനെ ലീഡ് ചെയ്തോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്ത്
കൊണ്ടുപോകാനൊക്കെ ഉള്ള ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നമുക്ക് ശരിയായ രീതിയിൽ നടത്താൻ പറ്റും. പ്രാക്ടിക്കൽ മെക്കാനിസംസ്, ഇനി ഈ ഡാറ്റ കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എന്താ പറയാ, പുതിയ മോഡേൺ ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച്, മോഡേൺ മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം ഏതാ, കമ്പ്യൂട്ടേഴ്സ് ആണ് അല്ലെ, IT ആണ്, ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് പേഷ്യൻസിന്റെ സകലമായ റെക്കോർഡുകളും ഇന്ന് കീപ്പ് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻസ്. സോ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. അത്തരം ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അങ്ങനെ മോഡേൺ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില മെക്കാനിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു ക്ലിനിക്കൽ ഓഡിറ്റ് ഈസി ആക്കാനും എളുപ്പമാക്കാനും സാധിക്കും. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. ഇൻഫോർമേഷൻ ടെക്നോളജി കൂടി പറയുന്നുണ്ട്. ആൻഡ് ഇംപ്രൂവ്ഡ് ലിങ്ക്സ് ബിറ്റ്വീൻ ഡാറ്റ കളക്ഷൻ ആൻഡ് ഓഡിറ്റിന് വേണ്ടിയിട്ട് റുട്ടീൻ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയുക, ഇംപ്രൂവ്ഡ് ലിങ്കുകൾ എന്താ, ഇപ്പൊ നമ്മളെ ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കിച്ചന്റെ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു പേഷ്യന്റ്, ഇപ്പൊ ചില ഹോസ്പിറ്റൽസിൽ ചെന്നാലില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മളിപ്പോ ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുന്നു, നമ്മള് പേര് എന്താ പറയാ, പേരൊക്കെ എഴുതി ചീട്ടൊക്കെ എഴുതിയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ചെറിയ ചീട്ട് കാർഡൊക്കെ പറഞ്ഞിങ്ങനെ തരും. അത് തന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ കോഴ്സ് വെക്കും, നമ്മള് പേയ്മെന്റ്, ആ ചീട്ടിന് പേയ്മെന്റ് നമ്മൾ പോകും, നമ്മളോട് പറയും ഇന്ന സ്ഥലത്ത് അവിടെ ആ കാർഡ് ഓഫർ എത്തുന്നത്, അവിടെ പോയിരുന്നോ, അവിടെ കുറച്ച് നമുക്ക് വേണ്ടിയിട്ട് ഈ അസുഖത്തിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരിക്കും, അവിടെ ഇരുന്നോ, ആൻഡ് ഇവരുടെ ടേൺ വരുമ്പോ നിങ്ങളെ അവിടെ വിളിക്കും, അറിയാൻ മതി. അപ്പൊ ഈ ഒരു വിധിന് ആ സമയത്തേക്ക് നമ്മളുടെ ഇവിടെ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്ത ഫസ്റ്റ് ടൈം ഒക്കെ പോകുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റാസും മറ്റു കാര്യം, നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, പിന്നെ മെയിൽ ഓർ ഫീമെയില് അല്ലെ, ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ചാർട്ടില് അല്ലെ, അത് ഒരു ഫയലിലൊക്കെ ആക്കി ഒരു സാധനം അപ്പോഴേക്കും എവിടെ എത്തിണ്ടാവും, നമ്മുടെ ഡോക്ടറിന്റെ ടേബിളിലെത്തി ഉണ്ടാവും. അങ്ങനെ ശ്രദ്ധിച്ചില്ലേ? അപ്പൊ നമുക്ക് കാണാം അല്ലെ, നമ്മളുടെ പേര് അതങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് അവർ വെക്കും. അതിൽ നോക്കിയിട്ടാണ് അവര് എന്താ പറയാ, റെസ്പെക്റ്റീവ് ആയിട്ട് ഓരോരുത്തരുടെ വരുന്ന സമയത്തിനനുസരിച്ച് ഓരോരുത്തർ വിളിക്കുന്നു, നമ്മൾ അകത്തേക്ക് എടുക്കും. ഇനി ഇവിടെ ചെന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ചോദിക്കും. ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറയാം, അപ്പൊ തന്നെ അത്തരം കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഫീഡ് ചെയ്യാണ്. നമ്മളോട് ചോദിക്കുന്നത് പനി അല്ലെങ്കിൽ ചുമ എത്ര ദിവസമായിട്ട് എത്ര ദിവസം അല്ലെ, അപ്പൊ അത് എങ്ങനെയൊക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം ഓൾസോ റെക്കോർഡ് ദീസ് തിങ്സ് ഇൻ പർട്ടിക്കുലർ ഡിവൈസ്. ആ ഒരു സിസ്റ്റത്തിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ അപ്പൊ തന്നെ സേവ് ചെയ്യുന്നു അല്ലെ. ഈ സേവ് ചെയ്യുന്നതോടൊപ്പം ഓൾസോ പ്രിസ്ക്രൈബ് സം മെഡിസിൻസ്. നമുക്ക് എന്ത് ചെയ്യും, മരുന്ന് കുറിക്കും അല്ലെ. ഈ മരുന്ന് എങ്ങനെ കുറിക്കും, ഇന്ന് ഇപ്പൊ അങ്ങനെയായി, അത് എവിടെ നമ്മുടെ കയ്യിൽ നേഴ്സ് തരില്ല, പേപ്പറിലൊന്നും എഴുതി നേഴ്സിന്റെ കൊടുത്തു വിടുക. ഇന്ന് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, അപ്പൊ തന്നെ അവരുടെ സിസ്റ്റത്തിൽ അത് സേവ് ചെയ്യും, ഏത് മെഡിസിൻ ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറയും, എല്ലാം കുഴപ്പമില്ല, മരുന്ന് കഴിയുമ്പോൾ അത് മാറിക്കോളും, അസുഖം മാറിക്കോളും, കുഴപ്പമില്ല, എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് വിവരം പറയുക എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ഒന്നും തന്നില്ലേന്ന് അല്ലെ. ഓൾ ദീസ് ഡാറ്റ, ഈ മരുന്നടക്കമുള്ള ഡാറ്റയുടെ മുഴുവനും എന്ത് ചെയ്യുന്നുണ്ടാവും, മരുന്ന് എന്തൊക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഇത് ഫാർമസിയിലേക്ക് ലിങ്ക് വഴി അങ്ങോട്ട് വരുന്നു. ഇന്ന മരുന്നാണ് ഇന്ന പേഷ്യന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെ. ഫാർമസിയിൽ ഷീറ്റോ കേസ് ഷീറ്റോ ഒന്നും വരുന്നില്ല, അവിടെ അവരുടെ സിസ്റ്റത്തിലേക്കാണ് അത് വരിക. ആ സിസ്റ്റം നോക്കി നമുക്ക് അവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അതിനകത്ത് ഡോക്ടർ കുറിച്ചിരിക്കുന്ന മരുന്ന് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അത് ലിങ്ക്ഡ് സിസ്റ്റമാണ്. അപ്പൊ നമുക്ക് ഡാറ്റാസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ട് സാധ്യമാകും. അല്ലാണ്ട് ഇപ്പൊ എല്ലാവർക്കും നമുക്ക് കയറി ഇറങ്ങണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്നാണ് ഞാനിപ്പോ പറഞ്ഞു തന്നെ. മനസ്സിലായോ? ഡിപ്പാർട്ട്മെന്റ് തോന്നുന്നു നമ്മളിങ്ങനെ കയറി ഒന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ലിങ്ക്ഡ് ആയിരിക്കും. അപ്പൊ റുട്ടീൻ ഡാറ്റ കളക്ഷൻ കുറച്ചുകൂടി ഈസിയർ ആണ് ഈ ഒരു മെത്തേഡിന്. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്ലിനിക്കൽ ഡാറ്റ പ്രൊസീജിയർ കൃത്യമായി ശരിയായി ചെയ്യാനും പറ്റും. ഓക്കെ, ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. എപ്പോ വേണമെങ്കിലും എന്ത് കാര്യത്തിനും ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോ വിളിച്ചാലും ഗ്രൂപ്പായിട്ട് ചേർന്ന് അത് കൃത്യമായി ചെയ്ത് തീർക്കണമെന്ന് അർപ്പണബോധമുള്ള സ്റ്റാഫും കൂടെ ഉണ്ടായിരിക്കും അല്ലെ. 2-3 പേരൊക്കെ ഇതിനകത്ത് മാറി നമുക്ക് ഇപ്പൊ പറ്റില്ല, സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഇതാണ്. അപ്പൊ എല്ലാവരും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം. സ്ട്രാറ്റജി പ്ലാനിങ് ഇൻ ഓഡിറ്റ് പ്രോഗ്രാംസ്. ഇനി ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതിന്റെ സ്ട്രാറ്റജീസ് രൂപീകരിക്കാനും ഒക്കെ എല്ലാവരും തയ്യാറാവണം. അല്ലെങ്കിൽ അതിന് വേണ്ടി കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓഡിറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൃത്യമായ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും എന്തായാലും ഉണ്ടായിരിക്കണം, എന്നാലേ സക്സസ് ആകൂ.
റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട് ഫോർ ഓഡിറ്റ് പ്രോഗ്രാംസ്. ഓഡിറ്റിന് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള റിസോഴ്സസും അതും കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. എല്ലാ റിസോഴ്സും ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞു, ടൈം, സ്റ്റാഫ്, നോളജ്. ഈ 3 കാര്യവും നന്നായിട്ട് അടങ്ങിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ക്ലിനിക്കൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. Audit can augment both career and also professional development. Auditing ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാകുന്നത്? 2 പ്രധാനപ്പെട്ട നേട്ടമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അഡ്വാൻറ്റേജബിൾ ആയിട്ടുള്ള 2 കാര്യം. ഒന്ന്, അവരുടെ കരിയർ വർദ്ധിപ്പിക്കാനും മാത്രമല്ല പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും ഉതകുന്നു എന്നുള്ളതാണ്. അതായത് ഓഡിറ്റിംഗ് നടത്തുന്നതോടുകൂടി ആ ഓഡിറ്റിംഗിന്റെ ടീമിന്റെ അവരുടെ തന്നെ കരിയർ ഇംപ്രൂവ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റും ഉണ്ടാകുന്നു. പിന്നെ ട്രെയിനിങ്, ഓഡിറ്റിംഗിന്റെ പല സാങ്കേതിക വശങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. റിവ്യൂ സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് കൊടുത്താൽ മാത്രം പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ റിവ്യൂ എടുക്കണം. എന്ന് വെച്ചാൽ ആ ട്രെയിനിങ് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടോ, സ്റ്റാഫിനും അല്ലെങ്കിൽ മറ്റു മെമ്പേഴ്സും ഒക്കെ കൃത്യമായ രീതിയിൽ ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് ഉപയോഗപ്പെടുത്തി ആണോ അവരുടെ ഓഡിറ്റിംഗിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അത് റിവ്യൂ ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്ന ചില കാര്യങ്ങൾ, ചില സ്റ്റെപ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഈ നമ്മൾ പറഞ്ഞു ഈ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ് ഈ ഒരു ചാപ്റ്റർ. ഇതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഫോർ എൻഷുറിംഗ് എക്സിക്യൂട്ടീവ് പ്ലാൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ ഫ്രെയിം വർക്കുകൾ അവരുടെ ചേഞ്ചസ് കൊണ്ടുവരാനും അല്ലെങ്കിൽ മറ്റ് പേഷ്യൻസിന്റെ കെയർ കുറച്ച് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ സ്ട്രാറ്റജീസും മറ്റ് ഫ്രെയിം വർക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ചേഞ്ചസ്, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ഓഡിറ്റിന് നമുക്ക് കോർണർ സ്റ്റോൺ ഓഫ് ക്ലിനിക്കൽ ഗവേണൻസ് എന്ന് വിളിക്കാം. കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മൂലക്കൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ ആ സാധനമാണ്. അപ്പൊ ഒരു മൂലക്കല്ലാണ് ഇതിന്റെ ക്ലിനിക്കൽ ഗവേണൻസ്. ഒരു ഹോസ്പിറ്റൽസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ ഗവേണൻസിന്റെ ഒരു മൂലക്കല്ലാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, പുതിയ പുതിയ രീതികൾ നടപ്പിലാക്കുന്നത്, നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ക്ലിനിക്കൽ ഓഡിറ്റ് നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അത് സക്സസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, then there needs to be no blame culture. No blame culture എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തുന്ന സംസ്കാരമില്ല എന്ന് വെച്ചാൽ ആരും തന്നെ ഏതെങ്കിലും കാര്യങ്ങളിൽ ആരെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്തുക, അതൊന്നും ഇല്ലാത്ത ഒരു സംസ്കാരം, അതാണ് ഉദ്ദേശിക്കുന്നത്. നോ ബ്ലെയിം കൾച്ചർ. കുറ്റപ്പെടുത്തുന്ന സംസ്കാരമില്ല ഓഡിറ്റിന്റെ കൾച്ചറിന്. there should be no blame, name or shame. നമ്മുടെ കുറ്റപ്പെടുത്തുക, നമ്മുടെ പേരിന് നമ്മൾക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും പാടില്ല. എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഓഡിറ്റ് പ്രാധാന്യം കൊടുക്കുന്നത് only focuses on patient care. പേഷ്യന്റ് കെയറിലാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓഡിറ്റിംഗ് അത് വേണ്ടിയിട്ടുള്ള പരസ്പരം നീ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലേ നല്ല രീതിയിൽ അങ്ങനെ ഒരു കൾച്ചർ ഓഡിറ്റിനില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെയും പേരിനെ മോശമാക്കാനോ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നാണക്കേട് ഉണ്ടാക്കാനോ ഒക്കെ ഉള്ളതല്ല ഓഡിറ്റ്. ഇത് അവര് പരസ്പരം ആരെയും കുറ്റപ്പെടുത്താതെ only their focuses on patient care. പേഷ്യന്റിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അതാണ് നമ്മളുടെ കൺക്ലൂഡിംഗ് പാർട്ടിൽ പറയുന്നത്. ഇപ്പൊ നമ്മളുടെ എന്താ പറയാ, ഇറ്റ് ഈസ് ടു ബി റീറ്ററേറ്റഡ്. റീറ്ററേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. വേണമെങ്കിൽ അവിടെ വെച്ചോ. റീറ്ററേറ്റഡ് എന്ന് പറയുന്നതിന്റെ മീനിങ് അവിടെ വേർഡ് പുതിയത് നമ്മൾ കാണുന്നുണ്ട്. റീറ്ററേറ്റഡ്, REITERATED. ഇറ്റ് മീൻസ് റിപ്പീറ്റഡ്. ഓക്കെ, എഴുതി വെച്ചേക്കുന്നത് അത് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് അറിയാൻ വേണ്ടിട്ട് എഴുതി വെച്ചേക്കുന്നത്. റിസർച്ച് എന്ന് പറയുന്നതിന് ആവശ്യമുള്ള 2 വേർഡുകളാണ്. ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ്. റിസർച്ച് എന്നതിന് ഉള്ള വേർഡാണ് ഇൻവെസ്റ്റിഗേറ്റ്, അല്ലെ? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, റിസർച്ച് അതിന്റെ ഗവേഷണം. ആൻഡ് ഓൾസോ ഓഡിറ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് ടു ഇംപ്രൂവ്. എന്ത് ചെയ്യാണ്? ഗവേഷണം നടത്തി ഇംപ്രൂവ് ചെയ്യുന്നു, അല്ലെ? ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ എന്താ പറയാ ഓഡിറ്റും. ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിസർച്ചിന് വേണ്ടിയിട്ടും. ഓഡിറ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവിന് വേണ്ടിയിട്ടാണ്. ക്ലിനിക്കൽ ഓഡിറ്റ് കൃത്യമായ രീതിയിൽ പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? only with open mindedness, innovativeness and also encouraged on and based on evidence based work. എവിഡൻസ് ബേസ്ഡ് ഒക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? ഏതെങ്കിലും നേരത്തെ ഉള്ള പൂർവ്വകാല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാം?
മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് മാറ്റം കൊണ്ടുവരുന്നത്. നേരത്തെ എങ്ങനെ ചെയ്യുന്നു അതിന്റെ ബേസിസിൽ നമുക്ക് ഇപ്പൊ ഇംപ്രൂവ്ഡ് ആയ രീതിയിൽ എങ്ങനെ കൊണ്ടുവരാം, ഇതൊക്കെ ഇതിലേക്ക് അടിസ്ഥാനമാക്കിയാണ് തീർച്ചയായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താ പറയാ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഇതാണ്. ഇഫ് ഓഡിറ്റ് കൾച്ചർ, ഈ ഒരു പാരഗ്രാഫിൽ കേട്ടോ, if audit culture is to be successful, there needs to be no blame culture. I no blame culture വരെയുള്ളത് അണ്ടർലൈൻ ചെയ്യാം. If audit culture എന്നുള്ളതാണെങ്കിൽ no blame culture വരെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഒരു സെന്റൻസ് ആയിട്ട് മുമ്പുണ്ടായിരുന്നു. ആദ്യത്തെ സെന്റൻസ്, ക്ലിനിക്കൽ ഓഡിറ്റ് the cornerstone of clinical governance. Clinical audit, the cornerstone of clinical governance. ആ സെന്റൻസ് കൂടെ അണ്ടർലൈൻ ചെയ്യാം. നമ്മള് ഈ ചാപ്റ്ററിലെല്ലാം അടയാളപ്പെടുത്തിയല്ലോ അല്ലെ? പറഞ്ഞു പോയപ്പോ തന്നെ നമ്മള് സെന്റൻസുകൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കാം. അപ്പൊ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്ന് വിചാരിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിക്കരുതെന്നല്ല. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പോകുന്ന സമയത്ത് ആ സെന്റൻസുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന സെന്റൻസുകൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കാട്ടോ, പഠിച്ചെടുക്കുക. ടെസ്റ്റുകളിലും കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ തീർന്നത്. ഇനി നമുക്ക് ഒരു കുഞ്ഞു ചാപ്റ്റർ ഇതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കുഞ്ഞു ചാപ്റ്റർ കിട്ടുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് ചെറിയ ചാപ്റ്റർ ആയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ടീച്ചേഴ്സിനെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചാപ്റ്റർ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ അവർക്ക് പറ്റാത്തതുകൊണ്ട് അങ്ങനെ വന്നതാണ് ഈ ഒരു പ്രാവശ്യം. അല്ലെങ്കിൽ എപ്പോഴും എന്റെ ചാപ്റ്റർ വലുതായിരിക്കും, ഏറ്റവും വലുതായിരിക്കും. ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ അതായിരുന്നു. തുടങ്ങുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 6th ചാപ്റ്റർ. 6th ചാപ്റ്ററിൽ HMIS. അതെ, HMIS, ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. HMIS എന്ന് പറയുന്ന 6th ചാപ്റ്റർ ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അത് അത്ര അധികം ഇല്ല. ക്ലിനിക്കൽ ഓഡിറ്റ് അത്രയൊക്കെ തന്നെ ബേസിച്ചുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതില്ല. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അല്ലെ? അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകളും മറ്റും സൂക്ഷിച്ചു വെക്കുന്ന IT ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാലോ, IT ആണ്. IT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത്. ഹെൽത്ത് മാനേജ് ചെയ്യുന്നതിന് ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള പ്രാധാന്യവും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടാകുക. ഓക്കെ, നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നത് ഇന്നത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോ നാളെ നമുക്ക് ഉണ്ടല്ലോ, ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ നാളെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ തുടങ്ങി വെച്ചത്. പക്ഷെ ഇവിടെ നാളെ തന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ടൊക്കെ വായിച്ച് പഠിച്ചിട്ടൊക്കെ വരാം. നന്നായിട്ട് ഫുൾ തുടങ്ങി 1-2 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വായിച്ചോട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അതിനെ കുറച്ച് ദിവസം കൂടിയൊക്കെ നമ്മളിനി ഒന്ന് എന്താ പറയാ കഷ്ടപ്പെട്ടാൽ പോരെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഡിഗ്രിയും അതുപോലെ തന്നെ ഒരു PGയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്ന ഒരു ബോധ്യം വരണം. അപ്പൊ അത് പഠിക്കുകയും വേണം. നമ്മൾ വെറുതെ നമ്മള് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൽ കാര്യമില്ല അതല്ലേ. പഠിച്ച് നമ്മൾ എന്തായാലും മെനക്കെട്ട് ആ ഇത്രയും മാസക്കാലം 6-10 മാസക്കാലം നമ്മൾ എന്തായാലും കഷ്ടപ്പെടുകയാണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച് തന്നെ എടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള ഒരു വില നമുക്ക് അങ്ങനെ വേണം മനസ്സിലാക്കുന്നത്. എന്നാൽ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് വേഗമൊക്കെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാം? 1-2 മിനിറ്റ് ബാക്കിയുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതർവൈസ് ലീവ് ചെയ്യും. എവരിത്തിങ് ഓക്കെ ആണോ? മെയ്യിലാണല്ലോ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മെയ് ലാസ്റ്റ് അല്ലേ? അപ്പോഴായിരിക്കും. എനിത്തിങ് എൽസ്? ഇനി എന്തെങ്കിലും ഉണ്ടോ?
ക്ലാസ്സുകളൊക്കെ ശരിയായ രീതിയിൽ പോകുന്നില്ലേ? ബാക്കി ക്ലാസ് ഒക്കെ Yes, ma'am. ആ Yes, ma'am. പറഞ്ഞോ രുചി അങ്ങനെ പറയും. ആ ശരി. നല്ല ക്ലാസ്സുകളൊക്കെ നന്നായി പോകുന്നു എന്നാണ് പറഞ്ഞേ. അതെ മാം, അതെ. ആ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. റീസാൻസ് കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. അപ്പൊ അവിടെ നമ്മള് ടീച്ചറിനെ പകരം കയറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ക്ലാസ് പെൻഡിങ് പോകും. അങ്ങനെ ലീവായി കഴിഞ്ഞ അവിടെ ആളെ കയറ്റിയില്ലെങ്കിലേ, അതുകൊണ്ടാണ് ക്ലാസ്സിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഓക്കെ തന്നെ ലീവ് ചെയ്യാം. ബൈ. Thank you, ma'am. Thank you, ma'am. ഓക്കെ, താങ്ക് യു. ബൈ. Thank you, ma'am.